എല്ലാവർക്കും നമസ്കാരം. കണ്ണൻ്റെ രാധിക എന്നുള്ള ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ണികൃഷ്ണൻ്റെ കുറച്ച് കുസൃതികളും കളികളൊക്കെ ആയിട്ടുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇതിന് മുന്നേയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എനിക്കുണ്ടായിട്ടുള്ള റിയലായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കഥ എന്ന് പറയുന്നത് ഇത് തന്നെ, ഉണ്ണികൃഷ്ണൻ്റെ കളികൾ എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഉണ്ണിക്കണ്ണൻ വന്നിട്ട് വളരെ കുസൃതിയായിരുന്നു. ചെറുപ്പത്തിലും അതെ, വലുതായപ്പോഴും അതെ, ഇപ്പോൾ ഭക്തന്മാരോടും അതെ, ഒരുപാട് കുസൃതികൾ കാണിച്ച് നടക്കുന്ന ഒരു കുട്ടി കുറുമ്പനാണെന്നുള്ളത് നമുക്കറിയാമല്ലേ. അപ്പോൾ സാധാരണ എല്ലാ കുട്ടികളെയും പോലെ തന്നെ ഈ ഉണ്ണിക്കണ്ണനും ബലരാമനും ഒക്കെ ചെറുപ്പത്തിൽ കളിച്ച് വളർന്ന് നടക്കുന്ന പ്രായമാണ്. ആ സമയത്ത് ഏകദേശം കണ്ണന് 1 വയസ്സുള്ള സമയത്താണ് കേട്ടോ. ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ സമയത്ത് യശോദാമ്മ കൃഷ്ണന് ചോറ് കുഴച്ച് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറിയാലോ, കുഞ്ഞു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ കഴിക്കാൻ കൂട്ടാക്കില്ല അല്ലേ. അപ്പോൾ ഇപ്പോഴും അതേ ഇപ്പോൾ അമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോണും അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു കൊടുക്കാം. പക്ഷേ പണ്ടത്തെ സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ പാട്ട് പാടിയിട്ടും കഥകൾ പറഞ്ഞിട്ടും അങ്ങനെയൊക്കെയാണ് ഓരോ ഉരുളയായിട്ട്, ചെറിയ ഉരുളകളായിട്ടാണ് വായിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ യശോദാമ്മ ഒരുപാട് പാടുപെടുന്നുണ്ട്. കാരണം കണ്ണൻ കഴിക്കണില്ല, വാ തുറക്കാതെ ഇങ്ങനെ അടച്ചു പിടിച്ചിരിക്കും, ഇങ്ങനെ കുസൃതികളൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ പല സൂത്രങ്ങളും പറഞ്ഞിട്ടൊക്കെയാണ് ഇത്തിരി ചോറ് അകത്താക്കുക കേട്ടോ. അപ്പോൾ അമ്മമാർക്ക് അറിയാലോ, കുഞ്ഞുങ്ങളെ ഭക്ഷണം ഇത്തിരിയെങ്കിലും കഴിച്ച് അല്ലെങ്കിൽ അവരുടെ വയറ് നിറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കും അന്നത്തെ ദിവസം ഭക്ഷണം ഇറങ്ങില്ല അല്ലേ. അതേപോലെ തന്നെയായിരുന്നു യശോദാമ്മയും കണ്ണനെ എങ്ങനെയെങ്കിലും ചോറ് അകത്താക്കാൻ വേണ്ടിയിട്ട് പല അടവുകളും കാണിച്ചിട്ടാണ് കേട്ടോ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ അതായത് ഭക്ഷണം എങ്ങനെയും കഴിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണനെയും ചോറിൻ്റെ എണ്ണ കൊടുത്തിട്ട് യശോദാമ്മ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ അന്ന് ഇങ്ങനെ നല്ല വെളുത്ത വാവായിരുന്നു, പൗർണമിയായിരുന്നു. അപ്പോൾ സ്വർണ്ണം കിണ്ണം പോലെ ചന്ദ്രൻ ഉദിച്ചുയർന്ന് നിൽക്കുന്നത് കണ്ടിട്ട് കണ്ണന് ഭയങ്കര കൗതുകം തോന്നി. നമ്മളിപ്പോഴും അതേ കുഞ്ഞുങ്ങളെ പുറത്തിറക്കി നിർത്തിയിട്ട് അമ്പിളിമാമനെയൊക്കെ കാണിച്ചെടുത്തിട്ട് പറയാറുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. അപ്പോൾ യശോദാമ്മ ഉണ്ണിക്ക് അമ്പിളിയമ്മാമനെ കാണിച്ചു കൊടുത്ത് ചോറുണ്ണാനായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോഴും കണ്ണൻ അതിങ്ങനെ നോക്കിയിട്ട് വായ തുറക്കുകയാണ്. അതായത് ഒരു ഇത് കണ്ടിട്ട് നല്ല രസമുണ്ടല്ലോ, പുതിയൊരു സംഭവമാണല്ലോ, കളിക്കാൻ എന്തോ ഉള്ള സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ കൃഷ്ണന് അമ്പിളിയമ്മാമനെ കണ്ടാൽ മാത്രം പോരാ, അതിനെ പിടിക്കണം എന്നായി. അത് സ്വാഭാവികമാണല്ലോ. അമ്പിളിയമ്മാമനെ എനിക്ക് കളിക്കാൻ വേണം കയ്യിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ യശോദാമ്മ ആകെ കുഴങ്ങി. അതായത് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അമ്പിളിമാമനെ പിടിച്ച് കയ്യിൽ കൊടുക്കുക. അപ്പോൾ ഈ ആകാശത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ എന്തായാലും സാധാരണഗതിയിൽ ഒരമ്മയ്ക്ക് എടുത്ത് പിടിച്ച് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ കണ്ണനാണെന്നുണ്ടെങ്കിൽ വിടന ലക്ഷണമില്ല, ഭയങ്കരമായിട്ട് വാശി പിടിക്കാൻ തുടങ്ങി. പക്ഷേ യശോദാമ്മയ്ക്ക് കഴിയാത്തത് കൃഷ്ണന് ഒരു പ്രയാസവും കൂടാതെ സാധിച്ചു എന്നുള്ളതാണ്. അത് നമുക്കറിയാലോ. വിഷ്ണു ഭഗവാന്റെ വെറും ഒരു നിസ്സാര ഭൃത്യൻ മാത്രമായ ചന്ദ്രന് ഭഗവാന്റെ പൂർണ്ണാവതാരമായ ഉണ്ണികൃഷ്ണൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ധൈര്യമില്ല. അപ്പോൾ ഈ വാശി പിടിക്കുന്നതൊക്കെ മുകളിൽ നിന്നിട്ട് ചന്ദ്രൻ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ചന്ദ്രൻ പതുക്കെ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഉണ്ണിക്കണ്ണൻ്റെ കയ്യിൽ ഇങ്ങനെ കയറിയിരുന്നു. അപ്പോൾ ഈ പൊന്നിൻ കിണ്ണം പോലെയുള്ള ഈ ഒരു ചന്ദ്രനെ കയ്യിലെടുത്തിട്ട് കുറേ നേരം നമ്മുടെ കണ്ണൻ കളിച്ച് അതൊക്കെ കഴിഞ്ഞ് കളിക്കലൊക്കെ കഴിഞ്ഞ് ആൾക്ക് മതിയായപ്പോൾ അങ്ങനെ വിട്ടു. അതായത് കുട്ടികൾ അങ്ങനെയാണല്ലോ, ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരം അതിനെ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വേണ്ട, പിന്നെ അവർക്കത് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ണന് മതിയായപ്പോൾ മേൽപോട്ട് തന്നെ വിട്ടയച്ചു കേട്ടോ. അപ്പോൾ ചന്ദ്രൻ അങ്ങനെ പഴയ സ്ഥാനത്ത് തന്നെ പോയി നിന്നു എന്നാണ് പറയണേ, ഭൂമിയിൽ. അപ്പോൾ ആ ഒരു സമയം വരെ നിലാവ് ഉദിച്ച് നിൽക്കുമായിരുന്നല്ലോ. അപ്പോൾ ഈ ചന്ദ്രൻ താഴത്തിറങ്ങി വന്ന സമയം കൊണ്ട് പെട്ടെന്ന് ലോകത്തിലെ മനുഷ്യരെല്ലാവരും ഇരുട്ടിലായി എന്നാണ് പറയുന്നത്. കണ്ണൻ്റെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഇരുട്ടായിരുന്നെങ്കിൽ കൂടെ എല്ലാവരും വിചാരിച്ചത് മഴക്കാർ വന്നിട്ട് ചന്ദ്രനെ മൂടി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഭയങ്കര ആ ഒരു അത്ഭുതകരമായ കാഴ്ച യശോദാമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് കണ്ണൻ ഇതൊക്കെ കാണിക്കുന്നത് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന യശോദാമ്മ കണ്ടു. അപ്പോൾ ഈ ഒരു ഭഗവാന്റെ മായ കാരണം പക്ഷേ ഈ കണ്ട കാര്യങ്ങളൊക്കെ ആ അമ്മ മറന്നുപോയി എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ കണ്ണൻ അമ്മയ്ക്ക് മകൻ തന്നെ, അതായത് 1 വയസ്സായ മോനാണ്. ആ മോൻ ഇങ്ങനെ കാണിക്കുന്നത് കണ്ട് ആ ഒരു അത്ഭുതത്തിൽ മയങ്ങി നിൽക്കുന്ന സമയത്ത് കണ്ണൻ്റെ മായ കൊണ്ട് തന്നെ അതൊക്കെ മറന്നുപോയി എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് അവതാര ഉദ്ദേശം പൂർത്തിയാക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ അത് കാരണം കൊണ്ട്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം
ശേഷം ഇങ്ങനെ ഓരോ കുസൃതികളും അതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ 3 വയസ്സായി കേട്ടോ. 3 വയസ്സായ സമയത്ത് ഒരു ദിവസം യശോദാമ്മ ഉണ്ണീനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചിട്ട് കാതിൽ കടുക്കനും അതുപോലെ കഴുത്തിൽ മുത്തുമണിമാലയും പുലിനഖ മോതിരവും കയ്യിൽ വളയും അരയിൽ കിങ്ങിണിയും അതുപോലെ പട്ടുകോണവും കാലുകളിൽ തള്ളയൊക്കെ അണിയിച്ചിട്ട് കഴുത്ത് വരെ നീണ്ടു കിടക്കുന്ന കറുത്ത മിനുത്ത മുടി നെറുകയിൽ ചരടിട്ട് കെട്ടി അതിലൊരു പൂവും ചൂടിച്ച് കണ്ണാടിയിൽ മുമ്പ് കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ എന്നിട്ടിങ്ങനെ പറഞ്ഞു, നോക്കൂ കണ്ണാ, എന്തൊരു ഭംഗിയാണ്, നമ്മളമ്മമാർ പറയുന്ന മാതിരി തന്നെ എന്തൊരു ഭംഗിയല്ലേ, അയ്യോ എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ കൃഷ്ണൻ അടുത്ത് തന്നെ അതേപോലെയുള്ള വേഷവിധാനങ്ങളോട് കൂടെ നിൽക്കുന്ന രാമനെ പെട്ടെന്ന് നോക്കി അങ്ങോട്ട് കരഞ്ഞു. അതായത് ബലരാമനെ ഇതേപോലെ തന്നെ അണിയിച്ചൊരുക്കിയിട്ട് നിർത്തിയേക്കാണ്. അത് കണ്ടിട്ട് അങ്ങോട്ട് കൃഷ്ണൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. അപ്പം അമ്മമാർക്കൊക്കെ കൗതുകവും അതുപോലെ എന്തിനാ ഉണ്ണി കരയണേ എന്നുള്ളൊരു ഇതായി. അപ്പോൾ അവർ ചോദിച്ചു, എന്തിനാ ഉണ്ണി കരയണത്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ യശോദാമ്മയും രോഹിണിയമ്മയും അടുത്തുണ്ട് കേട്ടോ. രോഹിണിയമ്മ ബലരാമൻ്റെ അമ്മ അറിയാമല്ലോ. അപ്പോൾ രണ്ടുപേരും ആകെ അത്ഭുതപ്പെട്ടു, എന്തിനാന്നാവോ എന്ന് വിചാരിച്ചിട്ട് കളിപ്പിക്കാൻ നോക്കുകയാണ് കണ്ണനെ, കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, കണ്ണീരിൻ്റെ ഇടയിലൂടെ കണ്ണൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അമ്മേ ജ്യേഷ്ഠൻ നല്ല വെളുത്തിട്ടാണ്, എന്തൊരു ഭംഗിയാണ് കാണാൻ, ഞാനോ കറുപ്പ് നിറത്തിലല്ലേ, അതായത് കണ്ണനെ അറിയാലോ നമുക്ക്, കാർമുകിൽ വർണ്ണൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ കറുത്ത നിറത്തിലാണ്, എനിക്ക് ഒരു ഭംഗിയില്ല, എന്താണമ്മേ ഞാൻ മാത്രം ഇങ്ങനെ കറുത്ത് ഭംഗിയില്ലാതെ ആയിപ്പോയത് എന്നുള്ള രീതിയിലൊക്കെ പറയണം കേട്ടോ. കണ്ണൻ തന്നെ പറയാണ് ചേട്ടനെ നോക്കിയിട്ട്, ചേട്ടനെ നല്ല രസമുണ്ടല്ലോ കാണാമെന്നുള്ള പോലെ. അപ്പോൾ യശോദാമ്മയും രോഹിണിയമ്മയും പൊട്ടിച്ചിരിച്ചു കേട്ടോ. എന്നിട്ട് രോഹിണി രാമനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി കണ്ണൻ ഇങ്ങനെ കരയണ കണ്ടപ്പോൾ. അപ്പോൾ യശോദാമ്മ കണ്ണനെ സമാധാനിപ്പിക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻസ് ഉണ്ണിക്കണ്ണ വെളുപ്പിനേക്കാൾ 7 ഇരട്ടി അഴക് കറുപ്പിനാണ്. അതുപോലെ നന്നായി പാടുന്ന കുയിൽ കറുത്തിട്ടാണല്ലോ, വെളുത്ത കുറ്റിയെ എന്തിനു കൊള്ളാം. അതായത് പാട്ട് കുയിൽ ഇപ്പോൾ കറുത്തിട്ടാണെങ്കിൽ കൂടെ കുയിലിൻ്റെ മധുരകരമായ സംഗീതം നമുക്ക് ആരെയും മീൻസ് ആസ്വദിക്കാൻ തക്കവണ്ണമല്ലേ. പക്ഷെ അത്രയും വെളുത്തിട്ടുള്ള കുറ്റീനെ കൊണ്ട് നമുക്ക് വേറെ ഉപകാരങ്ങളൊന്നും ഇല്ലല്ലോ. അതുപോലെ നക്ഷത്രങ്ങൾ തിളങ്ങി അലങ്കരിച്ച രാത്രിയിലെ ആകാശം പോലെയുണ്ട് കണ്ണനെ കാണാൻ എന്നാണ് പറയുന്നത്. അതായത് നക്ഷത്രങ്ങളൊക്കെ രാത്രി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് കറുപ്പല്ലേ വരുന്നത്, ആ കറുപ്പിൽ ഇങ്ങനെ നക്ഷത്രങ്ങളൊക്കെ വെളുത്ത നിറത്തിൽ അല്ലെങ്കിൽ പ്രകാശം പൊഴിച്ച് തിളങ്ങുന്ന ആ ഒരു ആകാശം പോലെയാണ് കണ്ണനെ കാണാൻ അമ്മ ഉപമിക്കുകയാണ് കേട്ടോ. അതുപോലെ ഉണ്ണിയുടെ നിറവും മഞ്ഞ് പോലെ വെളുത്ത പല്ലുകളും ചെമ്പരത്തിപ്പൂ പോലെയുള്ള ചുണ്ടുകളും പുഞ്ചിരി തൂകുമ്പോഴും അതുപോലെ ദേഷ്യപ്പെടുമ്പോഴുള്ള മുഖശ്രീയും മറ്റാർക്കാണുള്ളത് കണ്ണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുക. എന്നിട്ട് പറയാണ്, ഉണ്ണി ഇനി കണ്ണാടിയിലൊന്ന് നോക്കൂ, അപ്പോൾ അറിയാം കണ്ണൻ്റെ ഭംഗി, അതായത് ഇത്രയും ഭംഗിയുള്ള ഉണ്ണിക്കണ്ണനെ മീൻസ് ഇങ്ങനൊരു കുട്ടീനെ വേറെ എവിടെയെങ്കിലും കാണുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ സമാധാനിപ്പിച്ചപ്പോൾ കണ്ണ ഒരു വിധത്തിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കരച്ചിൽ നിർത്തി കണ്ണാടി ഒന്ന് നോക്കി. അപ്പോൾ ആൾക്ക് തന്നെ കുറച്ച് സമാധാനമായിട്ടോ. അപ്പോൾ ആൾ ഓക്കെ ആയി, ചിരിച്ചു. അപ്പോൾ കണ്ണാടിയിൽ തന്നെ നോക്കിയിട്ട് പുഞ്ചിരി പൊഴിക്കുന്ന ഉണ്ണി ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരനാണെന്ന് തന്നെ ആ ഉണ്ണിക്കണ്ണന് തോന്നി, ആൾക്ക് തന്നെ തോന്നി എന്നാണ് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ ആ കണ്ണാടിയിൽ കണ്ട പ്രതിബിംബത്തെ 2 കൈകൾ കൊണ്ടും പിടിച്ചണച്ചത്. നമ്മൾ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന മാതിരി കാണിക്കുകയാണ്. ആൾക്ക് ഓക്കെ ആയി, അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് ആൾക്ക് തന്നെ കണ്ടു ബോധ്യപ്പെട്ട് ആ ഒരു രീതിയിൽ ആശ്ലേഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ണാടിയിലും പുറത്തുമായി 2 കൃഷ്ണന്മാർ ശരീരം എടുത്ത് നിൽക്കുന്നത് കണ്ട് യശോദാമ്മ ആകെ അമ്പരന്നു. കാരണം അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് വീണ്ടും കൃഷ്ണൻ്റെ മായ. അപ്പോൾ കണ്ണാടിയിലെ കൃഷ്ണൻ മാഞ്ഞു പോയി. ആ കാഴ്ച വീണ്ടും യശോദാമ്മ മറക്കുകയും ചെയ്തു. കാരണം യശോദാമ്മ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യശോദാമ്മയുടെ മുമ്പിൽ കണ്ണൻ്റെ യഥാർത്ഥ മായകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ആള് ഒരു നിമിഷത്തിൽ മാത്രമാണ് അത് മീൻസ് അതെന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് അത് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോൾ ഈ പുണ്യവതിയായ ഈ ഒരു അമ്മ മകനെ വാരിയെടുത്തിട്ട് നന്ദഗോപൻ പൂജ ചെയ്യാനിരുന്ന ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. ഞാൻ അണിയിച്ചൊരുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഉണ്ണിക്കണ്ണനാണെങ്കിൽ അമ്മയുടെ ഒക്കത്ത് നിന്ന് ഇങ്ങനെ ഊർന്നിറങ്ങി. കാരണം അച്ഛൻ അവിടെ ഇരുന്ന് പൂജ ചെയ്യണു, കുറേ സാധനങ്ങൾ കാണുന്നു, അതൊക്കെ ഒന്ന് വിളിച്ച് പറിച്ചെടുത്താൽ നന്നായിരുന്നു എന്നൊക്കെ ഒരു ചിന്ത. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് കയ്യിൽ വെച്ചിരുന്ന പൂക്കൾ ആൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് തട്ടിപ്പറിച്ചെടുത്ത് സ്വന്തമായിട്ട് കഴുത്തിൽ കൂടെ മാലയിട്ട് അതുപോലെ
അവിടെ വെച്ചിരുന്ന ചന്ദനമൊക്കെ മേലാകെ വാരി അങ്ങോട്ട് പൂശി. അതുപോലെ നിവേദിക്കാൻ വെച്ചിരുന്ന കദളിപ്പഴവും മലരും പാൽപ്പായസവും ഒക്കെ അങ്ങോട്ട് വാരി കഴിച്ചു. എന്നിട്ട് കണ്ണൻ പറയുകയാണ്, എന്തിനാ അവിടെ ഇരുന്ന് പൂജിക്കണേ, ഞാൻ തന്നെയാണ് അച്ഛാ നാരായണൻ എന്നുള്ള രീതിയിൽ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുറുമ്പ് കാണിക്കുന്ന കണ്ണനെ യശോദാമ ശാസിക്കാനൊന്നും നിന്നില്ല. അതുപോലെ തന്നെ നന്ദഗോപരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. രണ്ടുപേരും ചിരിച്ച് നോക്കി നിന്നേ ഉള്ളൂ കേട്ടോ ഈ കുസൃതികളും കുറുമ്പൊക്കെ കണ്ടിട്ട്. അപ്പോൾ നന്ദഗോപൻ പൂജ മതിയാക്കി എഴുന്നേറ്റിട്ട് യശോദാമ്മയുടെ അടുത്ത് പറയുകയാണ്, നമ്മുടെ ഉണ്ണി പറഞ്ഞു തന്നെയാണ് കേട്ടോ ശരി, ഒന്നും അറിയാത്ത നിഷ്കളങ്കന്മാരായിട്ടുള്ള ഇങ്ങനെയുള്ള നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ തന്നെയാണ്, ഉണ്ണി തന്നെയാണ് ശ്രീനാരായണൻ. വിഷ്ണു പൂജയ്ക്ക് പകരം നമ്മുടെ ഉണ്ണിയെ സന്തോഷിപ്പിച്ചാൽ മതി കേട്ടോ. ഉണ്ണി ചെടിയെ പൂക്കളും അതുപോലെ മേലാകെ പൂശിയ ചന്ദനമൊക്കെ നമ്മളും ഒരു പ്രസാദം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുക. അതുപോലെ ആള് കഴിച്ച് മതിയാക്കിയിട്ടുള്ള മലരും പഴവും പായസമൊക്കെ തന്നെയാണ് ഭഗവാന്റെ പ്രസാദം എന്ന് നന്ദഗോപുര് യശോദാമ്മയുടെ അടുത്ത് പറയണം കേട്ടോ ആ സമയത്ത്. അപ്പോൾ അച്ഛനമ്മമാർക്ക് ഒരു നിമിഷത്തേക്കെങ്കിലും തന്നെ മനസ്സിലായല്ലോ എന്നുള്ളത് വിചാരിച്ച കൃഷ്ണൻ ഇങ്ങനെ പ്രസാദിക്കുകയാണ്. കാരണം ആൾ തന്നെയാണല്ലോ നാരായണൻ. അപ്പോൾ ഉടൻ തന്നെ മായ കൊണ്ട് അവരുടെ ആ ഒരു അറിവ് അവർക്ക് ഉണ്ടായി. ഇപ്പോൾ പറഞ്ഞല്ലോ ഉണ്ണി തന്നെയാണ് ശ്രീനാരായണൻ എന്ന് ആ ഒരു ചെറിയ തോന്നൽ തന്നെ മാച്ച് കളയും ചെയ്തു ആൾ. പിന്നെ ഉണ്ണിക്കണ്ണൻ അങ്ങനെ 4 വയസ്സ് തികയുന്ന പിറന്നാളായി. ആ പിറന്നാളിൻ്റെ ദിവസം കണ്ണൻ രാവിലെ അമ്മ വിളിച്ചപ്പോൾ വേഗം ഉണർന്നെഴുന്നേറ്റ് മുറ്റത്തേക്ക് നടന്നു. അവിടെ കുറേ ഗോപപാലന്മാരും അതുപോലെ ബലരാമനും ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു. കണ്ണൻ എണീക്കുമ്പോഴേക്കും കൃഷ്ണൻ അവരോടൊപ്പം ഓടിപ്പോയിട്ട് കളിക്കാൻ കൂടി എണീറ്റ് പോയതും. അപ്പോൾ മേലാകെ പൊടിയും ചെളിയും ഒക്കെ ആയിട്ടോ ഇങ്ങനെ മണ്ണിൽ കിടന്ന് ഉരുണ്ടിട്ടും കുസൃതിക്ക് പിന്നെ കണക്കില്ലല്ലോ. അപ്പോൾ അതൊന്നും വകവയ്ക്കാതെ കണ്ണൻ കളി തുടരുന്നതാണ്. അമ്മ വന്ന് ചീത്ത പറയുന്നോ അല്ലെങ്കിൽ മേത്ത് പൊടിയായതൊന്നും ആൾക്ക് അറിയണില്ല. അപ്പോൾ ഉണ്ണി ഉണർന്നിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് യശോദാമ്മ കിടപ്പറയിൽ പോയി നോക്കിയപ്പോൾ ആളെ അവിടെ കാണാനില്ല. അപ്പോൾ ഈ കുസൃതി കണ്ണൻ എവിടേക്കാണ് പോയേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ തിരഞ്ഞ് നടക്കണം കേട്ടോ. അപ്പോൾ തിരഞ്ഞ് നടക്കണതിൻ്റെ ഇടയിലാണ് മുറ്റത്തെ പൊടിയിലും ചെടിയിലൊക്കെ ഒരു കുട്ടിക്കൊമ്പനെ മാതിരി ആറാടി നിൽക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണുന്നത്. അപ്പോൾ യശോദാമ്മ, ഉണ്ണി വേഗം വരൂ, ഇന്ന് പിറന്നാളല്ലേ, നമുക്ക് കുളത്തിൽ പോയി കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് ദീർഘായുസ് ഉണ്ടാവാനൊക്കെ പ്രാർത്ഥിക്കാം, അതുപോലെ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് കുറിയിടണം പിറന്നാളിൻ്റെ അന്ന് എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് വേണം ഇവിടെ വന്നിട്ട് വിളക്ക് വെച്ച് ഉണ്ണാൻ. ജ്യേഷ്ഠൻ അതായത് ബലരാമൻ വലതുപുറത്ത് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും. കണ്ണൻ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും എന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ ഓരോ തന്ത്രങ്ങൾ പറഞ്ഞിട്ട് വേണമല്ലോ വിളിച്ച് വരുത്താൻ. അപ്പോൾ വേഗം വരൂ, ഓടി വരൂ, കുളിക്കാൻ വരൂ, സമയം വൈകി എന്നുള്ള രീതിയിലൊക്കെ പറയാണ്. അപ്പോൾ അമ്മയുടെ ഈ വിളിയും ഇതൊക്കെ കേട്ടോ, ഇന്നെന്തോ വിശേഷമാണ് എന്നുള്ള രീതിയിൽ ആ കണ്ണൻ ഉത്സാഹത്തോടെ ഇങ്ങനെ വലത് കൈ കൊണ്ട് അമ്മയുടെയും ഇടത് കൈ കൊണ്ട് ജ്യേഷ്ഠൻ്റെയും കൈകൾ പിടിച്ചിട്ട് കുളത്തിലേക്ക് ഓടുകയാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ എണ്ണ തേച്ച് കുളിക്കണം എന്നിട്ടുള്ള വാശിയായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, ഇന്ന് പിറന്നാളല്ലേ കണ്ണ, എണ്ണ തേക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ വലിയ മനസ്സോടെ ഒരുവിധം സമ്മതിച്ചു കേട്ടോ. എണ്ണ തേക്കാതെ കുളിക്കാം, ഓക്കെ, എന്നാൽ അങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിൽ. അപ്പം അമ്മ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് തോർത്ത് മീൻസ് തലയൊക്കെ തോർത്തി നന്നായി മേലൊക്കെ തുടച്ചതിന് ശേഷം വീണ്ടും ഉണ്ണിക്കണ്ണൻ ഓടിപ്പോയിട്ട് എന്താ വീണ്ടും മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്. മുറ്റത്ത് മണ്ണിൽ പോയിട്ട് മണ്ണപ്പം ചുട്ട് കളി അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ അമ്മ അവിടെ നിന്ന് വിളിക്കാൻ തുടങ്ങി, ഉണ്ണി ഉണ്ണാൻ വരൂ, ഇതാ വെള്ളി നിലവിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നു, അതുപോലെ വാഴയുടെ തളിരില വെച്ച് കഴിഞ്ഞോ, നമ്മൾ നാക്കലയിലാണല്ലോ ഭക്ഷണം കൊടുക്കുക. അതുപോലെ ജ്യേഷ്ഠൻ വലതുപുറത്ത് വന്നിരുന്നിട്ടുമുണ്ട്, ഇനി കണ്ണൻ വന്നാൽ മാത്രം മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഗോപബാലകന്മാരെല്ലാം ഉണ്ണാനൊരുങ്ങി നിരന്നിരുന്നു കേട്ടോ. ഉണ്ണി ഒറ്റയ്ക്ക് കളിക്കുകയാണോ, ഉണ്ണി വന്നിരുന്നാൽ ചോറ് വിളമ്പുകയായി എന്ന് പറയാൻ തുടങ്ങി യശോദാമ്മ. കാരണം ബാക്കി എല്ലാവരും എത്തി, ഉണ്ണി മാത്രമേ എത്താത്തുള്ളൂ, ഉണ്ണിയുടെയാണ് പിറന്നാളും. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ നെയ്യും തൈരും വറുത്തുപ്പേരിയും പാൽപ്പായസവും നെയ്പായസവും ഒക്കെ മുമ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ എത്ര വിളിച്ചിട്ടും പക്ഷേ കണ്ണൻ കളി നിർത്തണില്ല. ഗോപപാലന്മാരൊക്കെ വാരിക്കൊണ്ടുവന്ന് ഇട്ടിരുന്ന മണ്ണും കല്ലും ഇലകളൊക്കെ എടുത്ത് കൂട്ടിച്ചേർത്ത് ഒരു കൊച്ചു കളിവീട് ഉണ്ടാക്കുന്നതിലായി ശ്രദ്ധ മുഴുവൻ കേട്ടോ. ഇവിടെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളവിടെ ഭയങ്കര കളിയിലാണ്. അപ്പോൾ കുറച്ച് നേരം അമ്മ അത് നോക്കി നിന്നതിന് ശേഷം, ശരി എൻ്റെ ഓമനക്കുട്ടനെ ഉണ്ണിനാൻ എന്ന് തോന്നുമ്പോൾ വന്ന് ഉണ്ടാ മതി എന്നുള്ള രീതിയിൽ അമ്മ, നീ എന്താ ചെയ്യേ, ഭക്ഷണം കഴിക്കുമ്പോൾ വരൂ എന്നുള്ള രീതിയിൽ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ കണ്ണൻ ഓടി വന്നിട്ട് മണ്ണ് പുരണ്ട കൈകൾ കൊണ്ട് അമ്മയുടെ കാൽമുട്ടുകൾ പിടിച്ച്, അത്രയല്ലേ ഉള്ളൂ, കുഞ്ഞു കണ്ണനല്ലേ, 4 വയസ്സായി പറയുമ്പോൾ അത്ര എത്തണുള്ളൂ. അമ്മ എനിക്ക് വിശന്നിട്ട് വയ്യ, ചോറ് തരൂ, എത്ര നേരമായി ഞാൻ ഉണ്ണാൻ വൈകി കാത്തിരിക്കുന്നു എന്നായി. അപ്പോൾ നമ്മളിവിടെ
അവിടെ വെയിറ്റ് ചെയ്തിരുന്ന് ആൾ വരാത്ത പരിഭവമൊക്കെ അതോടെ അമ്മയ്ക്ക് മാറി കേട്ടോ. അപ്പോൾ യശോദാമ്മ ചിരിച്ചുകൊണ്ട് കണ്ണനെ കൈകൾ കോരിയെടുത്തിട്ട് അകത്തേക്ക് നടന്നുപോയി. അങ്ങനെ കൈയൊക്കെ കഴുകിച്ച് വീണ്ടും ഉണ്ണാനിരുത്തി. ഊണ് കഴിഞ്ഞിട്ടും കണ്ണൻ ഇലയുടെ മുന്നിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല കേട്ടോ. അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, ഇനി എന്താണ് എൻ്റെ പൊന്നുണ്ണിക്ക് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. കാരണം ആൾ എണീറ്റ് പോകണില്ല. അപ്പോൾ കണ്ണൻ പറയുകയാണ്, കണ്ണൻ ഇടം കണ്ടിട്ട് നോക്കിയിട്ടാണ് കേട്ടോ അമ്മയോട് പറയണേ, അമ്മേ എനിക്ക് ഉരുക്ക് നെയ്യ് കൂട്ടി ചോറുണ്ടാൽ പോരാ, വെണ്ണ തിന്നാൻ തരണം എന്ന് പറയുകയാണ്. കാരണം കണ്ണന് വെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം വേറെ ഒരു ഇഷ്ടമില്ല സംഭവം വേറെ ഇല്ലല്ലോ ഭക്ഷണത്തിൽ. അപ്പോൾ യശോദാമ്മയ്ക്കാണെങ്കിൽ ചിരി വന്നു. അത്രേ വേണ്ടൂ, ഇതാ വെണ്ണ തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് യശോദാമ്മ വലിയൊരു വെണ്ണയുടെ ഉണ്ട കണ്ണൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. കണ്ണനാണെങ്കിൽ അത് വിഴുങ്ങി പെട്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് വെണ്ണ തൊണ്ടയിൽ തടഞ്ഞു നിൽക്കുന്നതായി ഭാവിച്ച് ഇങ്ങനെ കണ്ണുകൾ തുറക്കുകയാണ് അമ്മേനെ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അമ്മയെ വെണ്ണ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല, കുറച്ച് ചൂടുള്ള പാൽ തരൂ എന്ന് കരച്ചിലായി കേട്ടോ. അതായത് വെണ്ണ ഇറക്കാനാണ് അമ്മയെ, കുറച്ച് പാല് തരുമോ എന്നുള്ള രീതിയിൽ, അല്ലാതെ എനിക്ക് പാല് കുടിക്കാൻ കൊതി ഉണ്ടാക്കുന്നല്ല കേട്ടോ എന്നുള്ള മാതിരി കേട്ടോ. അപ്പോൾ യശോദാമ്മ വേഗം അയ്യോ കുട്ടിക്ക് തൊണ്ടയിൽ കുടുങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പരിഭ്രമിച്ചിട്ട് വെണ്ണ തൊണ്ടയിൽ തടഞ്ഞു നിന്ന് ഉണ്ണിക്ക് വല്ലതും പറ്റിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ അമ്മ ഒരു ലോട്ട നിറയെ ഇളം ചൂടുള്ള പാല് കണ്ണൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പാൽ കുടുകൂടെ കുടിച്ചിട്ട് കണ്ണൻ ഇങ്ങനെ ആശ്വാസം അഭിനയിക്കണം കേട്ടോ. എൻ്റെ അമ്മേ സമാധാനമായി എന്നുള്ള രീതിയിൽ. അപ്പോൾ കണ്ണൻ പറയണം, അമ്മേ സുഖമായിട്ടോ, ചൂടുള്ള പാൽ തട്ടിയപ്പോൾ വെണ്ണ ഉരുകി ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ഇലയുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റു. അമ്മ മകനെ കയ്യും വായും ഒക്കെ കഴുകിച്ച് കളിച്ചോളാൻ പറഞ്ഞിട്ട് മുറ്റത്തേക്ക് അയക്കുകയും ചെയ്തു. അപ്പോൾ കണ്ണൻ്റെ ഒരു അടവായിരുന്നു അത്, നമുക്കറിയാലോ. കണ്ണൻ വെണ്ണ വേണം പാലും വേണം, അപ്പോൾ രണ്ടും കിട്ടാനുള്ളൊരടവ് അത്രേ ഉള്ളൂ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് സന്ധ്യാസമയത്ത് യശോദാമ്മ ശ്രീകോവിലിൻ്റെ മുമ്പിൽ രാമനെയും കൃഷ്ണനെയൊക്കെ കൊണ്ടുപോയി ഇരുത്തി ഭസ്മം തൊടിയിച്ചിട്ട് കത്തി നിൽക്കുന്ന വിളക്കുകളുടെ വെളിച്ചത്തിൽ വിഷ്ണു വിഗ്രഹവും ശിവലിംഗവും ഒക്കെ കാണിച്ചു കൊടുത്ത് തൊഴാൻ പറയുകയാണ്. അപ്പം നമശിവായ എന്നുള്ള പഞ്ചാക്ഷരവും നാരായണ എന്നുള്ള വിഷ്ണുനാമവും ജപിക്കാൻ കുട്ടികളോട് പറയുകയാണ് കേട്ടോ. രാമൻ, അതായത് ബലരാമൻ പെട്ടെന്ന് തന്നെ അതനുസരിക്കും. പക്ഷെ കണ്ണൻ നാമം ജപിക്കാൻ കൂട്ടാക്കാറേ ഇല്ല. അമ്മേ ഞാൻ എന്തിനാ നാമം ജപിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിച്ചിരിക്കും. അപ്പോൾ കണ്ണൻ പറയുന്നത്, അന്നൊരു നാൾ രാവിലെ ഞാൻ തന്നെയാണ് നാരായണൻ എന്ന് അമ്മ സമ്മതിച്ച് തന്നില്ലേ, പിന്നെ എന്തിനാ ഞാൻ തന്നെ നാമം ജപിക്കുന്നേ, അതുപോലെ എന്നെ സന്തോഷിപ്പിക്കുന്നതിനാണ് വിഷ്ണു പൂജ എന്ന് അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇനി ഞാൻ നാമം ജപിക്കേണ്ട ആവശ്യമുണ്ടോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ മകൻ്റെ യുക്തിയിൽ അമ്മ തോറ്റുപോവാണ്. കാരണം അന്നിങ്ങനെയൊക്കെ പറഞ്ഞുല്ലോ, അപ്പോൾ പിന്നെ നമ്മളെ തന്നെ പുകഴ്ത്തുക എന്നുള്ള രീതി ആവില്ലേ നാമം ജപിക്കുമ്പോൾ എന്നുള്ളതാണ് കണ്ണൻ പറയുന്നത്. അങ്ങനെ അമ്മ ഒരു വിധത്തിലും എന്താ പറയുക, കണ്ണൻ്റെ വാക്കുകളുടെ മുന്നിലോ കുസൃതികളുടെ മുന്നിലോ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഴക്കാലം തുടങ്ങി. അപ്പം എപ്പോഴും അങ്ങോട്ട് മഴ തന്നെയാണ്, തോരാത്ത പെരുമഴയാണ്. അപ്പോൾ ഈ ബലരാമനും കണ്ണനും കൂടെ നടുമുറ്റത്ത് വീഴുന്ന മഴവെള്ളത്തൊക്കെ കളിക്കുകയാണ് കേട്ടോ. പുറത്തേക്ക് ഒഴുകി പോകാൻ വേണ്ടി ഒരു ഓവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു കല്ലുകൊണ്ട് അവർ അടച്ചിട്ടു. അപ്പോൾ അങ്ങനെ വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കല്ലേ, നടുമുറ്റത്ത് വെള്ളം നിറഞ്ഞ് കവിയാണ്. എന്നിട്ട് 4 ഇറയത്തിലേക്ക് എത്തി തുടങ്ങി കേട്ടോ, വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ എത്തി തുടങ്ങി. അപ്പോൾ ബലരാമനും കണ്ണനും ഗോപബാലന്മാരൊക്കെ ആഹ്ലാദത്തോടെ ഇങ്ങനെ ഒരു കുളം മാതിരിയാക്കിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ യശോദയും നന്ദഗോപരും ഈ ഒരു സമയത്ത് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂക്കളും ഞെട്ടിയും ഒക്കെ കളഞ്ഞ് വെടിപ്പാക്കുമായിരുന്നു. അപ്പോൾ നടുമുറ്റത്ത് ഇങ്ങനെ വെള്ളം നിറഞ്ഞ് കിടക്കുന്നത് അവരറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ അറിഞ്ഞു എന്ന് വെച്ചാൽ വന്ന് ഓവ് അടച്ചിട്ടുള്ള കല്ല് എടുത്തു മാറ്റിയിട്ട് വെള്ളം ഒഴിഞ്ഞു പോകാനായിട്ട് ഇത് ചെയ്യുമല്ലോ. അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോയി പറഞ്ഞിട്ടില്ല. കാരണം കുട്ടികൾ ഇങ്ങനെ ആരും നോക്കാനില്ലല്ലോ എന്നുള്ള ആർമാദത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ കയറുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ഒരു സൂത്രം കണ്ടു കേട്ടോ. പതുക്കെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നിൽ ചെന്നിട്ട് യശോദയമ്മയുടെ തലമുടി അരക്കെട്ട് വരെ നീണ്ടു കിടക്കുന്നുണ്ട്. നന്ദഗോപൻ്റെ മുടി കഴുത്തിന് താഴെയുണ്ട്. കണ്ണൻ അവരെ അറിയാതെ രണ്ടുപേരുടെയും മുടി തമ്മിൽ അങ്ങോട്ട് കൂട്ടിക്കെട്ടി. എന്നിട്ട് ചിരിച്ചിട്ട് അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോൾ ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ല, ഇവർ തിരിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ കണ്ണൻ എന്തോ കുസൃതി ഒപ്പിച്ചിട്ടാണ് ചിരിക്കുന്നതെന്ന് അച്ഛനും അമ്മയ്ക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, എന്ത് കുസൃതി ദൈവമേ ഒപ്പിച്ചിരിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് യശോദാമ്മയാണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പോൾ 2 പേരുടെയും മുടി കൂട്ടിക്കെട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് എണീറ്റപ്പോൾ 2 പേർക്കും ഒരുമിച്ച് മുടി ഇങ്ങോട്ട് വലിഞ്ഞുല്ലോ. അപ്പോൾ യശോദാമ്മയ്ക്ക് ചിരിയും ദേഷ്യവും ഒക്കെ ഒപ്പാണ് വന്നത്. നന്ദഗോപനാണെങ്കിൽ പൊട്ടിച്ചിരിച്ചു കണ്ണൻ്റെ ഈ കുസൃതി കണ്ടിട്ട്. യശോദാമ്മ
യശോദാമ്മ ഒരുവിധം മുടിയുടെ കെട്ടൊക്കെ അഴിച്ചിട്ട് കൃഷ്ണൻ ഓടിയ ഭാഗത്തേക്ക് പിന്നാലെ ഓടിച്ചെന്നപ്പോൾ എന്താ, നടുമുറ്റത്ത് ഇങ്ങനെ ചെമ്മണ്ണ് കലർന്ന വെള്ളവും അതിൽ കളിച്ച് രസിക്കുന്ന കണ്ണനെയും ബലരാമനെയും മറ്റു ഗോപാലന്മാരെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ ചിരി വന്നുവെങ്കിലും ദേഷ്യം അഭിനയിച്ചിട്ടാണ് കേട്ടോ ശാസിക്കണേ. കണ്ണൻ്റെ കുസൃതികളൊക്കെ കണ്ടിട്ട് ഇവർക്ക് സത്യം പറഞ്ഞു വെച്ചാൽ ശരിക്കുമായിട്ടുള്ള ദേഷ്യമൊന്നല്ല വരണത്. അപ്പോൾ എന്താ ഈ കാണിക്കണേ കുട്ടികളെ, ഈ മഴ പെയ്ത വെള്ളത്തിൽ, പുതുമഴ പെയ്ത വെള്ളത്തിൽ കുളിച്ചാൽ പനി പിടിക്കില്ലേ, ജ്വരം പിടിക്കില്ലേ, വേഗം ആ ഓവ് തുറന്നിട്ട് വെള്ളം കളയൂ എന്നാണ് പറയുന്നത്. അപ്പോഴും വീടിനകത്തേക്ക് വെള്ളം കയറിയ കാര്യമില്ല കേട്ടോ പറയുന്നത്, മക്കൾക്ക് പനി വരും എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കേൾക്കേണ്ട താമസം കണ്ണൻ ഓടിപ്പോയിട്ട് ഓവ് തുറക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ മുങ്ങി. താഴത്താണല്ലോ ഓവ് ഉണ്ടാവുക. അങ്ങനെ ഓവ് തുറന്നിട്ട് വെള്ളം മുഴുവൻ കുറേശ്ശെയായിട്ട് ഒഴുകിപ്പോയി കഴിയുന്നത് വരെ കണ്ണൻ വെള്ളത്തിൽ നിന്ന് കയറിയില്ല. അതിൽ ഫുള്ള് ഇങ്ങനെ വെള്ളത്തിൽ അത്രയും നേരം കളിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഓവ് തുറക്കാൻ പറയേണ്ടിയിരുന്നില്ല എന്നായി യശോദയ്ക്ക് അവസാനം. കാരണം എത്ര നേരമാണ് ഈ ഉണ്ണി മഴവെള്ളത്തിൽ കിടന്ന് കളിച്ചത്, ഈ പനി പിടിക്കാൻ ഇനി അത് തന്നെ മതി എന്നുള്ളത് പറയണം. അമ്മമാരുടെ സാധാരണ ഉണ്ടാവണ ഒരു ഉത്കണ്ഠ ഉണ്ടല്ലോ, മക്കൾക്ക് എന്തെങ്കിലും അസുഖം വരുമോ, മണ്ണിൽ കളിച്ചാലോ പൊടി അടിച്ചാലോ അല്ലെങ്കിൽ എന്താ പറയുക മഴ കൊണ്ടാലോ പനി പിടിക്കുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ, ആ ഒരു സ്വാഭാവികമായിട്ട് ഒരമ്മയ്ക്ക് ഉണ്ടാകുന്ന ഉത്കണ്ഠയാണ് അവിടെ കാണിച്ചേട്ടോ. അപ്പോൾ ആ ഓവ് തുറക്കാൻ പറഞ്ഞുകൊണ്ടല്ലേ കണ്ണനിപ്പോൾ വെള്ളത്തിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അത്രയും നനഞ്ഞ് കുതിർന്ന് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ആള് ഉത്കണ്ഠയോടെ നിൽക്കുകയാണ്. അപ്പോൾ പക്ഷേ യശോദാമ്മ പേടിച്ചതുപോലെ ഉണ്ണിക്കണ്ണന് ജ്വരമൊന്നും പിടിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രളയജലത്തിൽ ആലിലമേൽ കാൽവിരൽ കുടിച്ച് കിടക്കുന്ന ശിശുരു സ്വരൂപമെടുത്ത സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാനുണ്ടോ, നടുമുറ്റത്തെ ഇത്തിരി വെള്ളത്തിൽ മുങ്ങിയാൽ സുഖക്കേട് പിടിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാലോ കണ്ണൻ പ്രളയ സമയത്ത് ആലിലയിൽ കുഞ്ഞ് മീൻസ് ആ ഒരു ചിത്രം അറിയാലോ, കുഞ്ഞു വിരലും കടിച്ചു പിടിച്ച് കിടന്നു വരുന്നത്. അത്രയും വെള്ളത്തിൽ മുങ്ങി കിടന്നിട്ടും അല്ലെങ്കിൽ അത്രയും വെള്ളത്തിൽ ഒഴുകി നടന്നിട്ടും പിടിക്കാത്ത ജ്വരമാണോ ഈ ഒരു കുഞ്ഞു മഴയിൽ പിടിക്കുന്നതെന്ന് പറയില്ലേ. ഇത് ഉണ്ണിക്കണ്ണൻ്റെ ചെറുപ്പത്തിലെ കുസൃതികളിൽ വളരെ എന്താ പറയുക 1, 2, 3 കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. ഇതിനും മേലെ അല്ലെങ്കിൽ ഇതിലും കൂടുതൽ വികൃതിയും കുസൃതിയും ഒക്കെ ആയിരുന്നു കണ്ണൻ ചെറുപ്പം തൊട്ടേ. നമ്മൾ ഒരുപാട് വേറെ കഥകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അസുരന്മാരെ വധിച്ച കഥകളാണെങ്കിലും അല്ലെങ്കിൽ ഗോപുപാലന്മാരോടൊപ്പമുള്ള വെണ്ണ കക്കാൻ പോകുന്ന കഥകളാണെങ്കിലും അല്ലെങ്കിൽ ഗോപികമാരുടെ കൂടെയുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം അങ്ങനെ ഒരുപാട് കഥകൾ നമുക്ക് കേട്ടാലും മതി വരാത്ത അത്രയും കണ്ണൻ്റെ കഥകളുണ്ട്. അതിൽ നിസ്സാരമല്ല കണ്ണനും അമ്മയുമായിട്ടുള്ള കുറച്ച് കുസൃതികളും കാര്യങ്ങളും മാത്രമാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. കേട്ടിട്ടില്ലാത്തവർക്ക് ഒരു പുതിയ അനുഭവം തന്നെ ആയിരിക്കുമല്ലോ. കണ്ണൻ്റെ കഥകൾ എത്ര കേട്ടാലും മതി വരാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ നിങ്ങളുടെ അനുഭവങ്ങളും കണ്ണനോടുള്ള ഭക്തിയൊക്കെ കാണുമ്പോൾ തന്നെയാണ് എനിക്കും നല്ല സന്തോഷം, അതുപോലെ പിന്നീടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടാണെങ്കിലും ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ വരുന്നത് അതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.